നമസ്തേ. ഏറ്റവും നിശബ്ദനായിട്ട് ആ മൂലയിലിരുന്ന് നിരീക്ഷിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അവനാണ് ഏറ്റവും അപകടകാരി എന്നാണ് പൊതുവെ തത്വചിന്തകർ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം പല സമയത്തും സൈലൻ്റ് ആയിട്ടുള്ള ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിശബ്ദയായിരിക്കുന്ന ഈ വ്യക്തി മറ്റുള്ളവരെ നിരീക്ഷിക്കാനായിട്ട് സമയത്തിനെ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. അവർ ആഴത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുന്നു. അവർ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ, ആളുകളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അവബോധം നിശബ്ദരായിട്ടിരുന്നുകൊണ്ട് ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ആഴത്തിൽ അവബോധമുള്ള ആളുകളുമായിട്ട് മെസ്സപ്പ് ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ട് ഉടക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം. അവരെ ശത്രുക്കളാക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നിശബ്ദരായിട്ടുള്ള അപകടകാരികളായിട്ടുള്ള ആളുകൾ എന്ന് നമ്മളൊരു വിരോധാഭാസത്തിൽ പറയുകയാണ്. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നിരീക്ഷിക്കുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, അവർ എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അവർ വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം പുറത്തോട്ട് സംസാരിക്കുന്നതിനേക്കാൾ അവർ ഉള്ളിലേക്ക് അവരുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കുകയാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും, ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മൾ കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കാം ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മോർ ഡേഞ്ചറസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മപരിശോധന ചെയ്യാനും സ്വയം വിലയിരുത്താനുമായിട്ട് ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ആ പേഴ്സണാലിറ്റി ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട്, റിപ്പയർ ചെയ്യാനായിട്ട് ഇനി പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമെന്ന് വിശ്വസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളും പങ്കുവെക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്. അത് മറ്റുള്ളവർക്കും നമുക്കും ഉപകാരപ്രദമാകട്ടെ. രണ്ടാമത്തെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഇമോഷണൽ ആയിട്ടുള്ള റിയാക്ഷൻ ചെയ്യില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഇമോഷണലായിട്ട് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകുന്നത് നമുക്ക് കോപം വരുന്ന സമയത്താണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കോപം വന്നിട്ടുണ്ടെങ്കിലും അവർ ഇമോഷണലായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ അത് ഹോൾഡ് ചെയ്യുമെന്നുള്ളതാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ചില പുതിയ സ്റ്റഡീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കോപം വന്നു, ഒരാളോട് ദേഷ്യപ്പെടണം അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യണം എന്നുള്ള തോന്നലുണ്ടായിട്ടും നമ്മൾ ആ തോന്നലിനെ ഒതുക്കി നമ്മൾ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. നമ്മൾ ദേഷ്യപ്പെടാതെ അറ്റാക്ക് ചെയ്യാതെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസ്, അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് ഒരു ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ ഉപദ്രവം കാണിച്ചു പക്ഷെ നമ്മൾ ക്ഷമിക്കുകയാണ്, ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ബോഡി അതിനനുസരിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്തിച്ചേരുന്നു. നമ്മുടെ മനസ്സിനൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കൂടി സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതിന് ശാസ്ത്രീയമായിട്ട് തെളിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കാരണം നമ്മുടെ അനുഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ പറയണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യം അഭിനയിക്കേണ്ടതായിട്ട് വരും. ഏറ്റവും വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ള മനുഷ്യനെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദേഷ്യം വരുമ്പോൾ എടുത്തു ചാടി ദേഷ്യപ്പെടുന്നവനല്ല, മറിച്ച് ആങ്കർ അല്ലെങ്കിൽ കോപത്തിനെ അഭിനയിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അപ്പോൾ ആങ്കർ അല്ലെങ്കിൽ ഇമോഷൻ കൊണ്ട് റിയാക്ട് ചെയ്യാതിരുന്നാലുള്ള അടുത്തതായിട്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മളുടെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള പരിണിത ഫലങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബുദ്ധിസത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും ആകർഷകമായിട്ട് ഞാൻ കണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, യു മെ നോട്ട് ബി പണിഷ്ഡ് ഫോർ യുവർ ആങ്കർ. അതായത് നിങ്ങളുടെ ദേഷ്യത്തിന് അതിനെ പ്രതി നിങ്ങൾക്ക് ശിക്ഷ കിട്ടിക്കോണമെന്നില്ല എല്ലാ സാഹചര്യങ്ങളിലും. അതിനപ്പുറത്തേക്ക് ആ ദേഷ്യം തന്നെയാണ് നമ്മളെ ശിക്ഷിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോപം നമ്മുടെ ശരീരത്തിൽ, നമ്മൾ കോപിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള കെമിക്കൽസ്, അതുപോലെ നമ്മുടെ മനസ്സിനുണ്ടാകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ എനർജി ലെവലിനുണ്ടാകുന്ന വേരിയേഷനുകൾ, നമ്മളുടെ ഓറ വീക്കാകുന്ന സമയത്താണ് പലപ്പോഴും നമുക്കിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആഘാതങ്ങൾ, നമ്മുടെ നാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അത് മന്ത്രത്തിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മന്ത്രങ്ങൾ പോലെയാണ്. അപ്പോൾ ഈ ദേഷ്യപ്പെടുന്നത് അർത്ഥമുള്ളതാണെങ്കിലും അർത്ഥമില്ലാത്തതാണെങ്കിലും ഉള്ള വാക്കുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ദുർമന്ത്രത്തിൻ്റെ ഗുണം ചെയ്യും. അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് മാത്രമല്ല, അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ അടിയായിട്ട് മാറുമെന്നുള്ളതാണ്. എസ്പെഷ്യലി ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പ്രവർത്തികൾ അവർക്ക് വീണ്ടും റിട്ടേൺ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്നു കൊണ്ട് അവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളുടെ കൈകളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരിലേക്ക് ചൊരിയുക എന്നുള്ളതാണ്.
ആ ദേഷ്യത്തിന്റെ, നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം നീതിരഹിതമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ തീരുമാനമാക്കാനായിട്ട് നമ്മുടെ പ്രപഞ്ചം അല്ലെങ്കിൽ കോസ്മിക് ലോ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രവർത്തിച്ചു കൊള്ളുമെന്നുള്ളതാണ്. നമ്മൾ വെറുതെ ദേഷ്യപ്പെട്ട് എനർജി കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സൈലന്റ് ആയിട്ടിരുന്ന കാം ഒബ്സർവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങൾ ഇൻബോണായിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ നിശബ്ദരായിട്ടിരിക്കുന്നത്. സൈലന്റ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരെ മറ്റുള്ളവർക്ക് ഈ രീതിയിൽ ആക്രമിക്കാനായിട്ടും തകർക്കാനായിട്ടും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ എല്ലാ രഹസ്യങ്ങളും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. സൈലന്റ് ആയിട്ടുള്ള വ്യക്തികൾ, അതായത് നിശബ്ദരായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് എടുത്തു ചാടി ബന്ധങ്ങൾ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ടുള്ള നെറ്റ്വർക്ക് കണക്ഷൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആഴത്തിലുള്ള ആത്മബന്ധങ്ങൾ രൂപീകരിക്കപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ സമയമെടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു തവണ അവർക്ക് ട്രസ്റ്റ് ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ദൂരത്തേക്ക് അവർ മാറിപ്പോകുമെന്നുള്ളതാണ്. ബിക്കോസ് ദേ വാണ്ട് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് എന്നുള്ളതാണ്. അവർക്ക് അവരെ തന്നെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. എത്രയധികം കെയോസ് വന്നിട്ടുണ്ടെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അവർ വളരെ കാമായിട്ടിരിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം കാണിക്കാത്ത അല്ലെങ്കിൽ പാനിക് ആകാത്ത ആളുകളെ സൊസൈറ്റി ചിലപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിവില്ല, അല്ലെങ്കിൽ അവർ ചെയ്യില്ല, അവർ പൊട്ടനാണ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ കരുതിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവർ കാമായിട്ടിരിക്കുകയാണ്. കാം ആൻഡ് ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നവർ തിരിച്ചടിക്കുന്ന സമയത്ത് അതിശക്തമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ്, അതാണ് അതിൻ്റെ ഒരു നിയമം എന്നുള്ളതാണ്. കാമായിട്ടുള്ള വ്യക്തികൾ പെട്ടെന്ന് എടുത്തുചാടി പ്രതികാരം ചെയ്യുന്ന വ്യക്തികളല്ല. കാരണം അവർ സമയത്തിന്റെ ശക്തി മനസ്സിലാക്കിയ ആൾക്കാരാണ്. ഞാൻ ആദ്യം പറഞ്ഞു, സമയത്തിനെ അവർ നിരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അവർക്കറിയാം ഇന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഏത് കുഴിയിലേക്കാണ് ചാടാനായിട്ട് പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട്. പിന്നെ എന്തിനാണ് അവർ ഇടയ്ക്ക് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? ആളുകൾ അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് തന്നെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് ഇത്തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സൈലന്റ് പീപ്പിളിന് അറിയാമെന്നുള്ളതാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടും അവസാനവും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ നിശബ്ദത എന്ന് പറയുന്നത്, അവർ പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് പറയുന്നത്, അവരുടെ കാംനെസ് എന്ന് പറയുന്നത് അവരുടെ സെൽഫ് കൺട്രോളിന്റെ ഫലമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ പ്രതികരിക്കില്ല എന്നുള്ളതല്ല. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നത് പോലെ അവസാനം സമയം കാത്തിരുന്നിട്ടുള്ള തിരിച്ചടികൾ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം. അപ്പോൾ ഞാൻ പറയുന്നത് പരമാവധി നമ്മൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്ന സമയത്ത് ഈ കലിയുഗത്തിൽ നമുക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ളൊരു കരാട്ടെ മാസ്റ്ററുടെ കാര്യം എടുത്ത് നോക്കുക. അയാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അയാൾ തിരിച്ചറ്റാക്ക് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ആദ്യം ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഈ അറ്റാക്ക് ചെയ്യുന്ന എനിമി എന്താകുകയാണ്, അയാളുടെ ആ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി തീർന്ന് അയാൾ വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇതാണ് സൈലന്റ് പീപ്പിൾ അവരുടെ ജീവിതത്തിൽ എടുക്കുന്നതായിട്ടുള്ള ഒരു കരാട്ടെ സ്ട്രാറ്റജി പോലുള്ള ഒരു മനസ്സിൻ്റെ കളി, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പല ആളുകൾക്കും ഇങ്ങനെ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടെന്നല്ല, അല്പം സംസാരിക്കുന്ന ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ചിലപ്പോൾ നമ്മൾ. പക്ഷെ നമുക്കിതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഇപ്പം ഇൻട്രോവേർട്സും എക്സ്ട്രോവേർട്സും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരേ കാര്യത്തിൻ്റെ രണ്ട് എക്സ്ട്രീംസ് ആണ്. നമ്മൾ എപ്പോഴാണ് പെർഫെക്റ്റ് ആകുന്നത്? ആ കാര്യത്തിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്താണ്. തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ്, ശരീരം, ചിന്തകൾ എല്ലാം നമുക്കൊരു മിഡിൽ പാത്ത് ഇസ് ദ ഗോൾഡൻ പാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തീർച്ചയായിട്ടും തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.